ഒരു പാസ്റ്ററുടെ പേര് പറയുന്നുണ്ടല്ലോ. അറിയില്ല. ഞാൻ ഇതിങ്ങനെ എല്ലാം വിളിച്ച് പറഞ്ഞതാണ്, അല്ലാതെ ഇതിലൊരു തെറ്റോ കുറ്റോ ആരെ ഞാൻ രക്ഷപ്പെടാൻ കരുതിയിട്ട് എന്തൊക്കെ വിളിച്ച് പറഞ്ഞതാണ്, അല്ലാതെ എനിക്കൊരു അറിവുമില്ല. അല്ല, പിന്നെ അവരുടെ ഈ നാട്ടുകാരും അവരും എല്ലാം വന്ന് വീട്ടിൽ വെച്ച് സഭ വിളിച്ച് കൂട്ടി ചോദിച്ചപ്പോഴും ഇത് അതൊന്നും ഞാൻ അറിയുന്നില്ല. ഇന്നാൾ വരണേൻ്റെ തലേ ദിവസം അരിയൊക്കെ വാങ്ങിച്ചു തന്ന്, എന്നിട്ട് വീട്ടിൽ നിന്ന് കഞ്ഞി വെച്ചില്ല. ഈ ജിനു ഡോക്ടറെ കാണാൻ പോകുന്നതിന് മുൻപ് നിങ്ങൾ ഡോക്ടറെ കണ്ടിട്ടില്ല? ഇല്ല, കണ്ടിട്ടില്ല അല്ലേ? ആദ്യമായിട്ടാണ് ഡോക്ടറെ കാണാൻ ജിനു കൂട്ടിക്കൊണ്ടുപോകുന്നത് അല്ലേ? സാർ വയ്യാതായി വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയപ്പോഴാണ്, ടെറസിന്റെ മുകളിലൊക്കെ ചാടി കയറിയപ്പോഴാണ് ഞാൻ നാട്ടുകാർ കൂടെ പറഞ്ഞിട്ട് പ്ലസ് എനിക്ക് തലപ്പെരുപ്പം വന്നപ്പോൾ പിന്നെ എങ്ങോട്ട് എന്ത് ചെയ്യണമെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടായിരുന്നു. അങ്ങനെ ആയിരിക്കും പോയതായിരുന്നു. ഇന്നലെ പിന്നെ ഞാൻ വിശന്ന് കിറങ്ങി കിടക്കുന്നത് എനിക്ക് എണീക്കാൻ പോലും വയ്യായിരുന്നു. അമ്മ അനിയത്തിയോട് പറഞ്ഞ് അമ്മ 2 പ്രാവശ്യം എന്നിട്ട് റോഡിലൊക്കെ പോയി അരിയൊക്കെ വാങ്ങിച്ചോട്ട് വരാമെന്ന് പറഞ്ഞ് പോയി. ആരും കടം കൊടുക്കാത്തത് കൊണ്ട്, എല്ലാവരും കടം തന്നെ, 1 രൂപ പൈസയ്ക്ക് ആരും കടം തരാത്തത് കൊണ്ട്. എന്നിട്ടും അമ്മ നിന്ന് കരയണത് കണ്ടുകൊണ്ട് ഒരാൾ കുറച്ച് പഴമൊക്കെ അമ്മയ്ക്ക് കൊടുത്തയച്ചു. ജിനുവിൻ്റെ ആവശ്യം എന്താണ് സാർ? എൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ അസുഖം ഒന്നാത് ഇവളുടെ ഇത് കൊണ്ട് എന്തെങ്കിലും സംഭവിച്ചാൽ നാളെ എനിക്ക് ജയിലിൽ കയറാൻ ആഗ്രഹം. അസുഖത്തിനാണ് ഇമ്പോർട്ടൻസ് അല്ലേ? ഇമ്പോർട്ടൻസ് അവർക്കുണ്ടായി എന്ന് പറയുന്ന ആ മാനഹാനിക്കല്ല ഉദ്ദേശിക്കുന്നത്. തീർച്ചയായിട്ടും വേദനിപ്പിക്കുന്ന ഏറ്റവും കൂടുതൽ അവളുടെ അസുഖമാണ്. അത് മാറിക്കിട്ടിയാണെന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അത് മാറിക്കിട്ടിയാൽ നിങ്ങൾക്ക് ഭാര്യയെ ആക്സെപ്റ്റ് ചെയ്യാം. പൂർണ്ണമായിട്ട് എനിക്ക് പറ്റൂല സാർ. ഇങ്ങനെ എന്തുകൊണ്ടെന്ന് ഇപ്പൊ കേൾക്കും സാർ. അങ്ങനെ ഒരു കുട്ടി അവൾ അണ്ണൻ്റെ കൂടെ ജീവിച്ച് ഇല്ല എന്ന് അവൾ ഉറപ്പ് പറയണമെങ്കിൽ ഞാൻ പറയിച്ചെന്ന് നമ്മൾ ഇവിടെയും പറഞ്ഞു തന്നല്ലോ. ഞാൻ സത്യം മാത്രമേ പറയാൻ പറ്റുള്ളൂ. അവൾ തന്നെ ആദ്യ രാത്രി തന്നെ ഒരു പെൺകുട്ടി എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം ഒരു കല്യാണം കഴിഞ്ഞവനെന്നും പറഞ്ഞല്ലോ. അപ്പം ഞങ്ങൾ എന്താണ് ഒരു ഭാര്യയുടെ ഒരു ശരീരബന്ധം എങ്ങനെയാണെന്ന് പോലും ഞാൻ ഓപ്പണായിട്ട് പറയാതെ തന്നെ കുടുംബമായവരാണ് ഇതിനകത്തിരിക്കുന്നത്. ഒരു ചേച്ചിയിലും കുടുംബമായവരാണ് അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഒരു അവയവം എന്ന് പറയുമ്പോൾ അത് ഏറ്റവും കൂടുതൽ നീചപ്പെട്ട ഒരു അവസ്ഥയാണ്. ഞാൻ പോലും അന്ന് മാറിയാണ് കിടന്നത്. ഇവള് എന്നെ പലപ്പോഴും മുറിക്കകത്ത് ചാടിക്കയറി വരാറുണ്ട്. ഞങ്ങൾ 2 റൂമിലാണ് കഴിയുന്നത്. എൻ്റെ അമ്മയടുത്താണ് അവളെ കിടത്തുന്നത്. കാരണം എനിക്ക് ജീവനിൽ പേടിയുണ്ട്. ഇവളെ ഇടയ്ക്ക് പിച്ചാത്തി എടുത്തോണ്ട് ഓട്ടിച്ച്. ആദ്യ രാത്രി പ്രശ്നം ഉണ്ടായിരുന്നോ ചോദിച്ചു നോക്കണം മേഡം. അവള് തലവേദന എടുത്ത് എൻ്റെ കൂട്ടുകാരന്മാർ ആ കല്യാണത്തിൻ്റെ അന്ന് രാത്രി എൻ്റെ കൂട്ടുകാരന്മാർ വണ്ടി എടുത്തുകൊണ്ട് പോയി തലവേദനയ്ക്കുള്ള ഗുളിക വാങ്ങിക്കാൻ വേണ്ടി മെഡിക്കൽ സ്റ്റോറിലൊക്കെ പോയി ഞാൻ ചോദിച്ചു നോക്കണം. തലവേദന ഉണ്ടായെന്ന് പറഞ്ഞു. ഒരു തലവേദന, വെറും തലവേദന വന്നെങ്കിൽ നമുക്ക് അത് നിസ്സാരം പോലെ. അതിനകത്ത് കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ അന്ന് അറിയണം. അത് കഴിഞ്ഞു പോയല്ലോ, അതിനെ പിന്നെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്തുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ലാത്തത്? എന്റെ ചേട്ടനെ വിട്ട് പിരിഞ്ഞിരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഞാൻ നന്നായിട്ട് അവളെ നോക്കുന്നത് കൊണ്ട് ഞാൻ അവളെ വയ്യാതായിട്ടും ഒരു സ്വന്തം കുഞ്ഞു പിള്ളേരെ പോലെയാണ് ഞാൻ അവളെ നോക്കിയത്. ചാടിക്കാറാൻ പോയപ്പോ എനിക്ക് കൂടുതൽ നിന്ന് എൻ്റെ വീട്ടിൽ എനിക്ക് ഒരു അമ്മയുണ്ട്. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഭാര്യയാണ്. പക്ഷെ അമ്മയില്ലാത്ത സമയവും ഞാൻ ഇല്ലാത്ത സമയം ഇവൾ വേറെ എന്തെങ്കിലും കടുങ്കൈ ചെയ്താൽ എനിക്ക് ഡോക്ടേഴ്സ് ഒക്കെ ഇല്ലേ? ഡോക്ടേഴ്സ് കൊണ്ടെന്ന് പറഞ്ഞാൽ ഇവളെ അമ്മ വന്ന് കണ്ട ഒരു സ്ത്രീ ആണെങ്കിൽ, ഒരു പെറ്റ് വളർത്തിയ ഒരു തള്ള ഒരു മകളുടെ രോഗം കണ്ടിട്ട് ഇട്ടിട്ട് പോകുമോ? മേഡത്തിന്റെ അമ്മയാണ്. അവരുടെ കുടുംബത്തിന്റെ അവസ്ഥ ഇപ്പോ ഈ കുട്ടി ഇവിടെ പറഞ്ഞ് കുറെയൊക്കെ നമ്മളൊന്നും കണ്ടിട്ടില്ലെങ്കിലും മനസ്സിലായി. ജിനുവിന് അറിയാൻ പറ്റുമല്ലോ, ഒരു വയസ്സായ തള്ള വയ്യാതെ പായിലൊട്ടി കിടക്കുകയാണ്. തീർച്ചയായിട്ടും അല്ലേ? തീർച്ചയായിട്ടും കിടക്കുന്നു. സാമ്പത്തികമായിട്ട് ഒരു ഗതിയും പരഗതിയില്ല. എന്നിട്ടും ആ 2.5 ലക്ഷം രൂപ നിങ്ങൾക്ക് അവർ തന്നു. 25 സെന്റ് സ്ഥലവും തന്നു. നിങ്ങൾക്കത് ഉപകരിക്കുകയും ചെയ്തു. ഒരു അസുഖം പണ്ട് നടന്നതെല്ലാം പോട്ടെ. ഒരു പുരുഷൻ ആഗ്രഹിക്കുന്ന പോലെ ഒരു സ്ത്രീയും ആഗ്രഹിക്കും. എനിക്ക് വരുന്ന ഭർത്താവ് എന്നെ അല്ലാതെ അതിനു മുമ്പ് ഒരു സ്ത്രീയെ നോക്കിപ്പോലും കാണരുന്ന എല്ലാ സ്ത്രീകൾക്കും ആഗ്രഹമുണ്ട് അല്ലേ? നിങ്ങളെ സംബന്ധിച്ചാൽ നിങ്ങളൊരു വിവാഹം കഴിഞ്ഞ് ഒക്കെ ആയ ഒരു മനുഷ്യനാണ്. എന്നിട്ടും അവരത്രയും സ്ത്രീധനം തന്നു. വലിയ സാമ്പത്തിക ശേഷിയുള്ള ഒരു കുടുംബമല്ല. അസുഖം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് വരുന്ന പോലെയല്ലേ മനസ്സിന് വരുന്നത്. ഏറ്റവും നല്ല ഡോക്ടേഴ്സിനെ പാനൽ സജസ്റ്റ് ചെയ്യും. അതിനുവേണ്ട എല്ലാ സഹായവും ഇവിടുന്ന് ചെയ്തു തരും. നിങ്ങൾ ഒരു സമയം പറയും. ആ 1 വർഷത്തിനകം പൂർണ്ണമായിട്ടും ട്രീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഇനിയൊരു ദുരനുഭവം നിങ്ങൾ പേടിക്കുന്നത് ശരിയാണ്. കാരണം എന്തെങ്കിലും കടുങ്കൈ ചെയ്താൽ പ്രശ്നമാവൂ എന്നുള്ളൊരു പേടിക്കുന്നത് ശരിയാണ്. അല്ലാത്ത രീതിയിൽ ട്രീറ്റ് ചെയ്ത് അതിനെ ശരിയാക്കാം. അതിനുശേഷം നിങ്ങൾ ഈ തീരുമാനത്തിലോട്ട് വരാമല്ലോ. 4 മാസമല്ലേ ആയുള്ളൂ. ഏത് കോടതി 40 വർഷം അനുഭവിച്ച വേദന അനുഭവിച്ചു. കാരണം എന്താന്ന് പറഞ്ഞാൽ അത്രത്തോളം. അങ്ങനെയൊന്നും പറയരുത് ജിനു, അങ്ങനെയൊന്നും പറയരുത്. 400 വർഷം അനുഭവിക്കേണ്ട വേദന കഴിഞ്ഞിരിക്കുന്ന ഒരു സ്ത്രീയാണ് ഞാൻ.
പറയുകയേ ചെയ്യരുത്. ഒരു സമയം താ, ആ സമയത്തിനകം ട്രീറ്റ് ചെയ്ത് ആ കുട്ടി കുഴപ്പമില്ല നല്ല രീതിയിൽ നിൽക്കുന്നു എന്ന് കണ്ടാൽ ഒരു ജീവന് ചോറ് കൊടുത്ത് ഞാൻ താമസിപ്പിച്ചിരിക്കുന്നു. ഒരു ദയവ്, ഒരു മനുഷ്യത്വം, ഒരു കരുണ. കാരണം നിങ്ങളൊന്ന് ആലോചിക്കണം, എനിക്ക് ഈ ഇദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാനേ ഇഷ്ടമുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ മരിക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന ഒരു പെണ്ണാണ്. അല്ല നിങ്ങൾ ഇത്രയും കുറ്റം പറഞ്ഞപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ അതിന് തിരിച്ചത് കള്ളം പറയുന്ന ഒരു പെണ്ണാണെങ്കിൽ അയാൾ എന്നെ ഉപദ്രവിച്ചു, എന്നെ അടിച്ചു, അങ്ങനെ ഞാൻ പോയതാണ്, അതൊന്നും അത് പറഞ്ഞിട്ടില്ല. ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. എനിക്ക് ചെയ്യാതെ പറയുന്ന പലരും ഉണ്ട്, ജയിക്കാൻ എന്ത് വേണമെങ്കിലും പറയുന്നവരുണ്ട്, അവനവന്റെ ഭാഗം ന്യായീകരിക്കാൻ എന്തനാവശ്യവും പറയുന്ന ആൾക്കാരുണ്ട്. ഞങ്ങൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കല്ലേ ജിനു, എത്ര കാര്യങ്ങൾ കാണുന്നു. നിങ്ങൾക്കറിയില്ല, അതുകൊണ്ടാണ് ജിനു. അക്രമത്തിനോ ഗുണ്ടായിസത്തിനോ അല്ല ഞാൻ ഇന്ന് വരെ പോയിട്ടില്ല. ഇത് അനീതി അക്രമൊന്നുമല്ല, ഒരുപാട് അങ്ങനെ പറയുന്നവരുണ്ട്. ഞാനൊരു ഉദാഹരണം പറയുകയാണ്, ആ കുട്ടിയുടെ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. പലരും പലതും പറയും. നമുക്കൊരു സമയം കൊടുക്കാം. ഇപ്പൊ ഒരു കോടതിയാണെങ്കിലും ഒരു 6 മാസം കഴിഞ്ഞിട്ടല്ലേ തരുവുള്ളൂ ഡൈവേഴ്സ്, അല്ലേ? തീർച്ചയായിട്ടും. എന്ന് പറഞ്ഞതുപോലെ നല്ലൊരു ഡോക്ടറെ കൊണ്ട് തന്നെ ട്രീറ്റ് ചെയ്ത് ഈ 6 മാസം നിങ്ങളൊന്ന് നോക്ക്. അവരെ വീട്ടുകാർ നോക്കട്ടെ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് എന്റെ വീട്ടിൽ നിർത്തി നോക്കാൻ പേടിയുണ്ട്. എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് കൂലിപ്പണിക്ക് ഞാൻ പോണവനാണ്. ഞാൻ അവരെ വീട്ടിലെ പൈസയോ എന്നെ കൊണ്ട് പറ്റുന്ന ഞാൻ സഹായിക്കാം. അങ്ങനെ ഒന്നും സംഭവിക്കും എന്താന്ന് വെച്ചാൽ മറ്റുള്ളവര് തൂങ്ങിച്ച അവിടെ വിഷം അടിച്ച് കാണാം, അതുപോലെ ഞാൻ ചെയ്യണില്ല. ഒരു ദിവസം എന്റെ വീട്ടിനകത്ത് ആരുമില്ല, ഞാൻ പണിക്ക് പോയി. എന്റെ അമ്മ വെളിയിൽ നിന്ന് മിറ്റം തൂത്തോണ്ട് ഇന്ന് മാത്രം അറിയാം. ഇവൾ അന്ന് എല്ലാ മുറിയും പൂട്ടി, ടെറസ് വീടാണ്, എയർ ഹോൾ ഇടിച്ചിറക്കിയാണ് എന്റെ അനിയ ഇറങ്ങിയാണ് കഥ തുറന്ന് ഇവളെ രക്ഷപ്പെടുത്താൻ നോക്കിയത്. കാരണം എന്തെങ്കിലും സംഭവിച്ചാൽ തൂങ്ങിച്ചത്തില്ല, ഇവിടെ അങ്ങ് ബോധമില്ലാതെ കിടക്കുകയാണ്. ആദ്യത്തെ വിവാഹം എന്തുകൊണ്ടാണ് വിവാഹജനമായി? ഇതുപോലെ സംശയം ഉണ്ടായിരുന്നുണ്ടോ? ഇല്ല, ഈ സംശയം അങ്ങനെ ഇല്ലായിരുന്നു. 2 ആഴ്ചത്തെ ദാമ്പത്യം ഉണ്ടായിട്ടുള്ളൂ. ഉള്ളായിരുന്നു. അവർക്ക് നേരത്തെ അവിടെ വീട്ടുകാർ നേരത്തെ അവിടെ ഒരു ആന്റിയുടെ മോനുമായിട്ട് ഇഷ്ടമുള്ള കാര്യം അവിടെ വീട്ടുകാർക്ക് അറിയാമായിരുന്നു. അവർക്ക് വീട്ടുകാർ പറഞ്ഞു, അത്രയും ഇവരുടെ എൻ്റെ കൂടെ പറഞ്ഞ ഒരു വാക്കെന്ന് പറഞ്ഞാൽ, എനിക്കിത് ഇഷ്ടമില്ലാത്ത കല്യാണമായിരുന്നു. ഇഷ്ടമില്ലാത്ത കല്യാണമായിരുന്നെങ്കിൽ ആ കല്യാണത്തിന് മുമ്പേ പറയണം. ഒരു പെൺകുട്ടിയെ സംഭവിച്ചോളാം, എനിക്ക് അവനെ ഇഷ്ടമില്ല, തുറന്ന് എന്റെ അടുത്ത് പറയാമായിരുന്നു. എന്റെ വീട്ടുകാർക്ക് പറഞ്ഞ കേസ് കൊടുത്ത ഡൈവേഴ്സിന് അവർക്ക് ഇഷ്ടമില്ല എന്ന് തന്നെ പറഞ്ഞു. എന്താണ് കാരണം പറഞ്ഞില്ല? ഒരു കാരണവും പറയാതെ ഒരു കോടതി വെറുതെ ഡൈവേഴ്സ് കൊടുക്കൂ? എനിക്കറിയില്ല. അവൾ അന്ന് 3 പ്രാവശ്യം വിളിച്ചു കൂട്ടി, എനിക്ക് ഇവനെ ഇഷ്ടമില്ല, ഇത്ര തന്നെ അവൾ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് എന്നെ ഇഷ്ടമില്ല, വേറെ ഒരു കാര്യവും അവൾ പറഞ്ഞിട്ടില്ല. എന്നിൽ നിന്ന് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ അവൾ പറയുമായിരുന്നു. ഞാൻ അവളെ ഇടിക്കുകയോ അടിക്കുകയോ എന്തെങ്കിലും ചെയ്തെങ്കിൽ അവൾ പറയും. ഇപ്പൊ അവള് പറഞ്ഞ പോലെ ഞാൻ അവളെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് കൊല്ലാൻ ശ്രമിച്ചതല്ല, എന്തെങ്കിലും ഉള്ളത് പറയാൻ കരുതിയിട്ടാണ്, എന്റെ ഉള്ളെടുക്കാൻ കരുതിയിട്ട് ഇങ്ങനെ പിടിച്ചിരുന്നതേ ഉള്ളു, അല്ലാതെ എന്നെ കൊന്നൊന്നുമില്ല. നിർബന്ധിച്ചത് അല്ലാതെ എന്നെ കൊന്നത് അല്ല. എന്റെ ചേട്ടൻ എന്നെ അടിക്കുകയോ ഇന്ന് വരെ അവിടെ കഴിഞ്ഞെങ്കിലും എന്റെ ചേട്ടൻ എന്നെ അടിക്കുകയോ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എന്നെ പൊന്നു പോലെയൊക്കെ നോക്കുമായിരുന്നു. ഇത് ഉള്ളിലിരിക്കണ എന്താണ് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിടിച്ചതേ ഉള്ളൂ. ഇതിപ്പോ നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് 2.25 ലക്ഷം രൂപയും വാങ്ങിച്ച് 20 സെന്റ് വസ്തുവും വാങ്ങിച്ച് ശരിയല്ലത്. നിങ്ങൾക്ക് ഒരസുഖം മാറുന്നതാണെങ്കിൽ മാറില്ലെന്നാലും പറഞ്ഞിട്ടില്ലല്ലോ. ഇവിടെ വേറെ എത്രയോ മെഡിക്കൽ കോളേജ്, വേറെ കോളേജൊന്നും കൊണ്ടുപോയില്ലല്ലോ. ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി 2 ദിവസം കാണിച്ചു അല്ലേ? 2 പ്രാവശ്യം കാണിച്ചിട്ടുള്ളൂ, പിന്നെ കൊണ്ടുപോയില്ലല്ലോ. നിങ്ങൾ കാണിക്കേണ്ടതല്ലേ? നിങ്ങൾ ബാധ്യതയില്ലേ? നിങ്ങൾക്ക് ഏതായാലും നിങ്ങൾ ഉണ്ടായി എന്ന് പറഞ്ഞ പീഡനത്തെക്കുറിച്ച് നിങ്ങൾക്ക് വലിയ പരാതിയില്ല. കമ്പാരിറ്റീവ് പരാതി മാനസിക അസുഖത്തെക്കുറിച്ചാണ് അല്ലേ? ആ മാനസിക അസുഖം മാറിയാൽ നിങ്ങൾ അവരെടുക്കില്ലേ? ഏറ്റെടുക്കില്ലേ? മാം, ഈയിടെ ഒരു രസകരമായിട്ടുള്ളൊരു ജഡ്ജ്മെൻ്റ് ഉണ്ടായി സുപ്രീം കോർട്ടിൻ്റെ. ഒരു 40 കൊല്ലം ജീവിച്ചതിന് ശേഷം ഈ സ്ത്രീക്ക് സുഖമില്ലാതെ, ടെർമിനൽ ഡിസീസ്, സ്ത്രീക്ക് സുഖമില്ലാതെ ആയി കഴിഞ്ഞപ്പോൾ അതിന് ട്രീറ്റ് ചെയ്യാൻ ചികിത്സിക്കാൻ പൈസയില്ല, പണമില്ല. അപ്പോൾ ഇയാൾ പറഞ്ഞു, ശരി, അതിൻ്റെ പണം മുഴുവൻ ഞാൻ തരാം, നീ ഡൈവോഴ്സ് തരണം. 13B പ്രകാരം 2 ആളും കക്ഷി സമ്മതപ്രകാരം കൊടുക്കാൻ പറ്റും. സുപ്രീം കോടതി പറഞ്ഞു നത്തിങ് ഡൂയിങ്. ആ സ്ത്രീ സുഖമില്ലാത്ത സമയത്ത് ആ സ്ത്രീയെ നിർബന്ധിച്ച് ഇങ്ങനെ ഒരു ഇതിലേക്ക് കൊണ്ടുവരാൻ സാധിക്കില്ല, നീ ട്രീറ്റ് ചെയ്യേ, ആ പണം മുഴുവൻ കൊടുക്കാൻ പറഞ്ഞു, ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ പോലെയല്ലേ ഇപ്പോൾ ഇയാൾ ചെയ്യണത്. ആ സ്ത്രീ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് അയാൾക്ക് യാതൊരു സംശയമില്ല. അതിനു മുമ്പ് ആ സ്ത്രീ ചികിത്സിച്ചിട്ടുമില്ല. ഇയാളൊരു ഡോക്ടറെ അടുത്ത് കൊണ്ട് 2 ആളെ കാണിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ സ്ത്രീക്ക് സുഖമില്ലാന്ന്. ഇതൊരു നിങ്ങൾ ഈ അല്ലല്ല, നോക്കൂ ജിനു, ഒരു കാര്യം ആലോചിക്കണം. ഇത് നിങ്ങൾ പറയുന്നത് മുഴുവൻ ഇവര് പറഞ്ഞു എന്നുള്ളതാണ്. ഡയറക്റ്റായിട്ട് എവിഡൻസ് ഇല്ല, നിങ്ങൾക്ക് നേരിട്ടുള്ളതില്ല. നിങ്ങളോട് അതാ ചോദിച്ചത്. നിങ്ങൾ ഈ കുട്ടീനെ കല്യാണത്തിന് മുമ്പ് ചോദിച്ചു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായിരുന്നോ? ഒരു സംശയമില്ല.
നിങ്ങൾക്ക് സംശയമില്ല അതിനകത്ത്. സംശയമില്ല. കാരണം നല്ല ഇന്നും ഇതേപോലെ ഈ അതെ, രീതിയിൽ തന്നെ നിന്ന് നിങ്ങൾ ആളുകൾ കല്യാണം സംസാരിക്കുകയൊക്കെ അല്ല ചെയ്താൽ ഒരു നമുക്ക് സംശയിക്കാൻ പറ്റും. ഒരു സുപ്രഭാതത്തിലല്ല നിങ്ങൾ ആ കുട്ടിയെ കല്യാണം കഴിക്കുന്നത്. 2 മാസത്തോളം നിശ്ചയം കഴിഞ്ഞ് നിങ്ങൾ അവരായിട്ട് സംസാരിച്ചു, ഫോണിൽ സംസാരിച്ചു, നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷമാണ് കല്യാണം കഴിക്കുന്നത് അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഞങ്ങള് മനസ്സിലാക്കുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറഞ്ഞ് ഒഴിയണം. ഗിവിംഗ് പീറ്റർ, സ്റ്റീലിംഗ് പീറ്റർ ആൻഡ് ഗിവിംഗ് ടു പോൾ കാരണം അവിടെ എന്നുള്ള പ്രിൻസിപ്പിളാണ്. വിളിച്ച് ഒരു കല്യാണം കഴിക്കുക, കുറച്ച് പൈസ വിളിച്ച് മേടിക്കുക, വന്നില്ല. വേറെ കല്യാണം കഴിക്കുക, ആ പൈസ കൊണ്ട് തീർക്കുക. ഇനിയിപ്പോ ഇത് തീർത്തിട്ട് വേറെ കല്യാണം കഴിക്കാനുള്ള പരിപാടിയായിരിക്കും. അങ്ങനെയില്ല. പിന്നെ അങ്ങനെ ഒരിക്കലും അതാണ് ആഗ്രഹിച്ചിട്ടില്ല. അതാണ് കാരണം ഞങ്ങൾ ഞാൻ സംശയിക്കുന്നത്. നിങ്ങളെ അമ്മയൊക്കെ വിളിച്ചു വരാൻ പറഞ്ഞു, എന്നിട്ട് പോലും അവരാരും വന്നത് ഒരു രാത്രി നോക്കി അവർ ആശുപത്രി കൂടെ പോലും വരാതെ അവർ ഇട്ടിട്ട് പോയപ്പോ ഒരു മനസ്സിനകത്ത് വേദനിച്ചു. ജിനു 100% അമ്മയുടെ അമ്മ കിടക്കാറുണ്ട്. അമ്മക്ക് ഇട്ടിട്ട് ഒരിടം പോകാൻ പറ്റൂല. ഡോക്ടർമാരൊക്കെ വന്ന് ചികിത്സിച്ചോണ്ടിരിക്കുക. ഉണ്ട്. അപ്പൊ ഞാൻ പറയട്ടെ, അവൾ അന്ന് ഞാൻ ഭീഷണിപ്പെടുത്തിയിട്ടാണെന്ന് അല്ലെങ്കിൽ കഴുത്തിൽ കൈവച്ചിട്ടാണെന്ന് പറഞ്ഞെന്ന് പറഞ്ഞല്ലോ ഈ പാസ്റ്റർ പേരൊക്കെ എന്തെങ്കിലും യാഥാർത്ഥ്യം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അവളുടെ വീട്ടുകാർക്ക് അറിയാം. അവളുടെ അണ്ണനെ എന്തുകൊണ്ട് ഇപ്പോഴും അവളുടെ വീട്ടുകാർ പേടിക്കണത്? ഇവൾ ഇപ്പോഴും അവളെ അണ്ണനെ എന്തുകൊണ്ട് പേടിക്കുന്നു? എന്റെ കൂടെ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷവും അവൾ അടുക്കളയ്ക്കകത്തൂടെയാണ് കയറി അവളുടെ വീട്ടിൽ പോകുന്നത്. പറഞ്ഞു മാനസികമായ പേടിയാണെന്ന് പറഞ്ഞു. ജിനു വളരെ ചെറുപ്പം മുതലേ എപ്പോഴും വഴക്കുണ്ടാക്കുകയും കൂടപ്പുറപ്പാണെങ്കിൽ പോലും ഉപദ്രവിക്കുകയും നുള്ളുകയും അടിക്കുകയും ഒക്കെ ചെയ്ത് എപ്പോഴും വഴക്കുണ്ടാക്കുന്ന ഒരു ചേട്ടൻ. അയാളോടുള്ള മനസ്സിലെ ഭയമാണ് ഈ കുട്ടിക്ക് കൊച്ചിലെ മുതലേ ഈ ഇങ്ങനെ തടവിട്ട് പോയത്. മാത്രമല്ല, എങ്കിൽ കല്യാണത്തിന് മുമ്പേ കുറച്ച് ദിവസം കിടക്കോട്ട് ഇവളുടെ സഭയിലെ കെട്ട് നടത്തിയ പാസ്റ്റർ വീട്ടിൽ ഇവള് ഓടി രക്ഷപ്പെട്ടിട്ടുണ്ട്. എന്തിനാണ് ഓടിയത്? സ്വന്തം അണ്ണനെ പേടിച്ചിട്ട്. ഇതൊന്നും നിങ്ങൾ നേരിട്ട് അറിയാത്ത കാര്യങ്ങളല്ലേ? അല്ല, ഞാണെങ്കിൽ പോലും നിങ്ങളുടെ ഭാര്യ നിങ്ങൾ കൊണ്ടുപോകൂ, നിങ്ങൾ കൊണ്ടുപോയി നോക്കൂ. നിങ്ങൾ എന്തിനാ വിട്ടു കൊടുക്കുന്നത്? നിങ്ങളുടെ ഭാര്യയല്ലേ? നിങ്ങൾ എന്തെങ്കിലും സംഭവിച്ചു ഞാൻ പറഞ്ഞേ, ഇനി നാളെ അവരുടെ വീട്ടുകാരൊക്കെ പറയും ഞാൻ അടിച്ചു വന്നെന്ന് പറഞ്ഞ അതിന് ചികിത്സ വേറെയാണ്. ഇതല്ല രണ്ടും കൂടി വന്ന് വീണോ എന്തെങ്കിലും സംഭവിച്ചാൽ നാളെ പറയും അവൻ അടിച്ചു വന്നേ പറയും. അങ്ങനെയൊക്കെ നമ്മൾ ചുമ്മാ നടക്കണം. നമ്മളെ വരെ കുറ്റവാളിയാക്കുന്നേക്കാളും നല്ലത് നേരെ പോ. ജിനു ഇപ്പൊ ഈ ഒരു പരിപാടി ടെലികാസ്റ്റ് ചെയ്ത് ഇപ്പം ജിനുവിന്റെ ഭാഗം എല്ലാവരും കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഈ കുട്ടിയെ ഒരു ഡോക്ടറെ കണ്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ ആ ഡോക്ടർ ഒരു സർട്ടിഫിക്കറ്റ് തരും. ഈ കുട്ടിക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഭയം കൊണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നതാണ് എന്നൊരു തീർച്ചയായിട്ടും അവരതിൻ്റെ ഡീറ്റെയിൽസ് തരുമല്ലോ. അപ്പോൾ ഒരു കോടതി അതൊക്കെ പരിഗണിക്കും. അല്ലാതെ വെറുതെ ഭർത്താവ് അടിച്ചു എന്നൊന്നും പറഞ്ഞ് ആരെയും ഒന്നും ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, ഇൻക്യൂറബിൾ ആയിരിക്കണം. ഇൻക്യൂറബിൾ ആയ ഭേദമാക്കാനൊക്കാത്ത ഇത്തരം രോഗമാണ്. ഇവള് വയ്യാതാകുമ്പോൾ എൻ്റെ വയ്യാത്തൊരു കുഞ്ഞമ്മയുണ്ട് എൻ്റെ വീട്ടിൽ. എൻ്റെ അമ്മയുടെ അനിയത്തിയ, അവരെ അയച്ചിട്ടില്ല. അവർക്ക് ഇതേപോലെ മെന്റൽ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഇവള് സുഖമില്ലാതെ അവരെ 4-5 ഇടി കുറുക്കിൽ അരിയിട്ട് ഇടിച്ച് വയ്യാത്തോണ്ടാണ്. ഇവള് വയ്യാതായപ്പോൾ വയലൻ്റ് ആയപ്പോൾ ഇവള് ഇടിച്ചു. ഞങ്ങൾ പിടിച്ചാണ് കെട്ടിയിട്ടത്. എനിക്ക് പേടിച്ചു. ഞാൻ തന്നെ ടക്കനെ പേടിച്ചു. അന്ന് കുറച്ച് പേര് എൻ്റെ വീട്ടിൽ എല്ലാവരും കൂടെ പെട്ടെന്ന് വന്ന് ഞാൻ വിളിച്ചപ്പോൾ എല്ലാവരും കൂടി അങ്ങ് പിടിച്ച് കെട്ടി ഇവളെ കട്ടിലാണ് ഇട്ടത്. അവൾ അന്ന് ആ കറണ്ടൊക്കെ നിസ്സാരം പോലെയാണ്. ഈ പ്ലക്കൊക്കെ സ്വിച്ച് അടച്ചിട്ടാണ് പ്ലക്ക് വലിച്ചൂരാണ്ട. പ്ലക്കൊക്കെ വലിച്ചൂരി. ഞാൻ പെട്ടെന്ന് ഇവളെക്കാളും ഞാൻ ഭ്രാന്തനായിപ്പോയി. സത്യം പറഞ്ഞാൽ എനിക്ക് പേടിച്ചു. ഞാൻ ഉള്ള കാര്യം ഇവളെ ചെയ്യുന്ന എല്ലാം കണ്ട് ഞാൻ പേടിച്ചാണ് ഞെട്ടി നിൽക്കുകയായിരുന്നു. നിങ്ങൾക്ക് സംശയമാണല്ലേ? സംശയമാണ് അല്ലേ? ഞാൻ സംശയം ഒരിക്കലല്ല. അവള് തന്നെയാണ് കാര്യങ്ങൾ പറഞ്ഞത്. എൻ്റെ അണ്ണനെ പറ്റി, അവളൊരു പാസ്റ്ററെ പറ്റി പറഞ്ഞേക്കാം അവള് തന്നെയാണ്. അവളെ ബന്ധുക്കളും നിന്നപ്പോഴും അവിടെ വീട്ടിൽ വെച്ചാണ് അവളെ ആൾക്കാരെ വിളിച്ചു കൂട്ടിയാണ് അവള് തന്നെ സംസാരിച്ചത്. അവളുടെ അമ്മയൊക്കെ വിളിച്ചു കൂട്ടി. ഞങ്ങൾ അവിടെ ചെന്ന് ഇവിടെ പറഞ്ഞു തന്നാണ് കൊണ്ടുപോയത്. എന്തെന്ന് വെച്ചാൽ നീ ഉള്ള സത്യം പറഞ്ഞാലേ ഞാൻ വീട്ടിൽ കൊണ്ട് വരുള്ളൂ, അല്ലെങ്കിൽ ഞാൻ അവിടെ വിട്ടിട്ട് വരും. നീ പറഞ്ഞാലേ ഞാൻ കൊണ്ടുവരും എന്നതുകൊണ്ട് ഞാൻ എങ്ങനെയെങ്കിലും എനിക്ക് ചേട്ടൻ്റെ വീട്ടിൽ വരണമല്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ. ഈ കുട്ടിയുടെ ജീവിതത്തിൽ സാമ്പത്തിക ശേഷിയില്ല, ഒന്നുമില്ല. എപ്പോഴും വഴക്കുണ്ടാക്കുകയും ഉപദ്രവിക്കുകയും ചെയ്യുന്നൊരു കൂടപ്പിറപ്പ്. അപ്പം അയാളോടുള്ള ഭയം കൊണ്ട് അതെന്തോ പറഞ്ഞു. അല്ലാതെ ആ കുട്ടിക്ക് വേറെ കളങ്കമൊന്നുമില്ല. ഭർത്താവിനെ അവൾ 100% സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളുടെ കൂടെ മാത്രം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അങ്ങനെ ഒരാളിനെ ഉപേക്ഷിച്ചാൽ നിങ്ങൾ ജീവിതം മുഴുവൻ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. തീരുമാനം നിങ്ങളുടേതാണ്. പക്ഷെ എൻ്റെ മനസ്സിൽ തോന്നിയത് പറയുകയാണ്. വളരെ വളരെ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. നിങ്ങൾ ഈ കോടതി അനുവദിച്ചു തരുന്നെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു കേസ് നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയം നിങ്ങൾ നോക്ക്. നല്ലൊരു ഡോക്ടറെ ഞങ്ങൾ തന്നെ സജസ്റ്റ് ചെയ്യുക, കാണിക്കുക, അതിന് വേണ്ട മരുന്നോ കാര്യങ്ങളോ കൊടുക്കുക, കുറച്ച് നാൾ നോക്കുക. ആ ഒരു പ്രായമുള്ള സ്ത്രീയോടെ നിൽക്കുന്നിടത്തോളം കാലം ആ അമ്മയ്ക്ക് ഈ കുട്ടിയെ നോക്കാനോ അല്ലെങ്കിൽ ഇവിടെ വന്ന് നിൽക്കാനോ ഉള്ള നിർവാഹമില്ലല്ലോ. നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ അമ്മയുണ്ട്. നോക്ക്. തീരെ നിവർത്തിയില്ല, സഹിക്കാൻ പറ്റുന്നില്ല എന്ന് വരികയാണെങ്കിൽ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്താം. സമയമുണ്ടല്ലോ. പട്ടിണിയായിട്ട് കിടക്കുന്ന ഒരു കുടുംബത്തിലെ ഒരു ഭാഗം കരകയറ്റാനുള്ളൊരു ഉത്തരവാദിത്വം അത് നിങ്ങൾക്കുണ്ട്. നിങ്ങൾ മനസാക്ഷിയോട് ചിന്തിച്ചാൽ
അത്രയും കടവും കാര്യങ്ങളും വാങ്ങിച്ച് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാക്കാൻ പറ്റാത്ത പൈസയാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അല്ലേ? അതിൻ്റെ ഒരു നന്ദി എന്ന് വിചാരിച്ചു, അതിനെ ഒരു നന്ദിയായിട്ട് നമ്മൾ തിരിച്ചു ചെയ്യുന്നു. മനസ്സിലായില്ലേ? അങ്ങനെ മാത്രം ചിന്തിച്ചാൽ മതി. ഒരു നന്ദി ചെയ്തവനെ ഉള്ളത്തിൽ വയ്ക്കുക, പല നന്ദി ചെയ്തവൻ്റെ പാദം ചുമക്കുക എന്ന് പറയും. അപ്പം അങ്ങനെ വിചാരിച്ച് ചെയ്യും. ഒരു 6 മാസം ക്ഷമിക്കുക, എന്നിട്ട് നമുക്ക് ഈ തീരുമാനത്തിലെത്താം. അന്നും നമുക്ക് ഇതുപോലെ ഇവിടെ വെച്ച് തന്നെ കാണാം. ഞാൻ ആ തീരുമാനത്തിലെത്തി. ഉറവശേഷി പറഞ്ഞു വന്നത് അതിന് വേണ്ടി ഞാൻ ക്ഷമിച്ചു. ഇത്രയും നാൾ ഞാൻ നോക്കി, എനിക്കിനി നിർവാഹമില്ല, ഞാൻ ആ തീരുമാനത്തിലെത്തുന്നു എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒരു കോടതി പറയുന്ന സമയമാണത്. മനസ്സിലായി? അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഇത് ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന എത്രയോ ലക്ഷോപലക്ഷം ജനങ്ങൾ നിങ്ങളെക്കുറിച്ചൊരു ഒരു നല്ല ചിന്തയോടുകൂടി ഇത്രയും നാളും നന്നായിട്ട് നോക്കിയൊരു മനുഷ്യൻ, അയാളത് അനുവദിച്ച് അംഗീകരിച്ച് ശരി ഞാനതൊന്നും ആലോചിക്കാമെന്ന് സംഭവിച്ചല്ലോ, അങ്ങനെ അതൊരു നന്മയല്ലേ ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക്. അല്ല, അതിനകത്ത് രസം എന്ന് വെച്ചാൽ ആദ്യത്തെ ഭാര്യ ഇദ്ദേഹത്തെ വേണ്ടാന്ന് പറയുന്നു, ഇതിപ്പം ഇദ്ദേഹത്തെ മതി എന്ന് പറയുന്നു. കൂടെ തന്നെ താമസിക്കുക എന്ന് പറയല്ലേ. നമ്മളെ സ്നേഹിക്കുന്നവരെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്. ഒന്ന് ശ്രമിച്ചു നോക്ക്. ജിനു പറയുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ വശങ്ങളും അതിനകത്തുള്ള ന്യായവും കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയുക. ട്രീറ്റ്മെന്റ് കൊടുത്ത് ആ ഗുളികയും കാര്യങ്ങളും കഴിക്കുമ്പോൾ അത് കുറയും ജിനു, തീർച്ചയായിട്ടും കുറയും ജിനു. ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ കുറയുമെന്ന്. വിശ്വസിക്കുക, കുറയും ജിനു തീർച്ചയായിട്ടും. നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ ജീവിതത്തെ ചിന്തിക്കുക. എപ്പോഴും ശുഭാപ്തി വിശ്വാസം വേണം ജീവിതത്തിന്. ഒന്നിനെ വേണ്ടാന്ന് വയ്ക്കാൻ എളുപ്പമാണ്, വേണമെന്ന് നമുക്ക് തോന്നുമ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? വളരെ ലേറ്റായിട്ട് നമ്മൾ ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരരുത്. ക്ഷമിക്കുക, ശരിയാവും ജിനു, ശരിയാവും. അപ്പൊ അങ്ങനെ തീരുമാനിക്കുന്നു ജിനു. നമുക്കൊന്നോട്ട് ക്ഷമിക്കാൻ ജിനു, അങ്ങനെ തീരുമാനിക്കാൻ ജിനു. മുഖത്തെ ചിരി നോക്കൂ. കാരണം നിങ്ങളുടെ സംരക്ഷണമാണ് എന്നുള്ള ഒരു ബോധമാണത്. അത് നിങ്ങൾ എന്നും ആ വിശ്വാസം നമുക്ക് ഒന്നിച്ചിരുത്തിക്കൊണ്ട് വേണമെങ്കിൽ ഒരു അവാർഡ് ഉണ്ടാക്കാം. അതെ അതെ അതെ, അവിടെ പോയിരുന്നോളൂ, പോയിരുന്നോളൂ. മനസ്സിൽ രണ്ടുപേരും ഒരുമിച്ചാണ് വന്നത്, ഒരുമിച്ചാണ് പോകുന്നത്. ഇനി നിങ്ങൾ ഇനി പിരിയരുതും, മരണം വരെ ഒന്നിച്ചാവുക. എനിക്ക് പറഞ്ഞില്ല, ഈ ഒരു ഭയം എന്റെ മനസ്സിൽ മാഞ്ഞില്ല. എന്നെ അങ്ങ് ആകർഷിച്ചു. ബാക്കിയെല്ലാം ഞാൻ വിട്ടു, എനിക്ക് ബാക്കിയെല്ലാം ഞാൻ കളഞ്ഞ കേസ്. ജിനു, ഞാൻ പറയുന്ന ഒരു വാക്ക് എപ്പോഴും ജീവിതത്തിൽ ശ്രദ്ധിക്കണം. ഒരു അപകടമോ ഒരു രോഗമോ വന്നാൽ ഒരിക്കലും ഉപേക്ഷിക്കരുത്. ഈ രണ്ടവസ്ഥയിൽ ഒരു മനുഷ്യനെ ഉപേക്ഷിക്കാൻ പാടില്ല. ഏത് ബന്ധമായാലും ഒരാൾക്കൊരു അപകടം സംഭവിച്ചു, ഉപേക്ഷിച്ചുകൂടാ. ഒരു അസുഖ സമയത്ത് ഉപേക്ഷിച്ചുകൂടാ. അത് ബ്രഹ്മഹത്യാദി പാപം, മഹാപാപം, ഒരിക്കലും അതിന് മാപ്പില്ല ദൈവത്തിൻ്റെ മുമ്പിൽ. മറ്റേത് കാര്യത്തിന് വേണമെങ്കിലും ഈഗോയും വഴക്കും മഴി അതിൻ്റെ പേരിൽ എങ്ങനെ വേണമെങ്കിലും ഈ രണ്ടവസ്ഥയിൽ മാറരുത്. അത് വലിയ ദോഷമാണ്. അതുകൊണ്ട് ഇപ്പം ചെയ്ത ജിനു നല്ല കാര്യത്തിന് ജിനു നല്ലതേ വരുള്ളൂ, കേട്ടോ. ജിനുവും ഹെപ്സിബയും തമ്മിലുള്ള തർക്കം, കുടുംബ തർക്കം, ഇവിടെ നമ്മുടെ ഈ അദാലത്തിൽ ശേഷം താഴെ പറയുന്ന രീതിയിൽ അത് രമ്യമായിട്ട് തീർന്നിരിക്കുന്നു. ഹർജിക്കാർ ജിനുവും എതിർകക്ഷി ഹെപ്സിബയും ഇന്നു മുതൽ കഴിഞ്ഞതെല്ലാം മറന്ന് ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇത് പ്രകാരം ആവശ്യമാണെന്ന് തോന്നുന്ന പക്ഷം ഒരു ഡോക്ടറെ കണ്ട് ഇരു കൂട്ടർക്കും വേണ്ട ചികിത്സ തേടുവാനും അവർ സമ്മതിച്ചിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജിനു ഹെബിയെ നേരിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോവുകയും തുടർന്നുള്ള ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുമെന്നും ഇതിനാൽ തീരുമാനിച്ചിരിക്കുന്നു. ക്ഷമിക്കാനുള്ള മനസ്സുള്ളവരാണ് ഈ ലോകത്തെ ഏറ്റവും നല്ലവരെന്ന് ഞാൻ പറയും. എത്ര വലിയ തെറ്റായിക്കോട്ടെ, ചെറിയ കാര്യങ്ങളായിക്കോട്ടെ, ചിന്തിച്ച് ക്ഷമിക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ നമ്മൾ എത്രയോ നഷ്ടങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ജിനു നല്ലൊരു ഭർത്താവാണ്. തീർച്ചയായിട്ടും ഈ 4 മാസം ആ കുട്ടിയെ പൊന്നുപോലെ നോക്കിയതുപോലെ ഇനി ആ ജീവനാന്തം നോക്കുമെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. കുറച്ച് നേരത്തെ ചർച്ചയും ചെറിയ തർക്കങ്ങൾക്കൊടുവിൽ അവരൊരുമിച്ച് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. പാനലിലും എനിക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും അങ്ങേയറ്റം സന്തോഷമുണ്ട്. അവരെന്നും ഒരുമിച്ച് തന്നെ കഴിയട്ടെ. വീണ്ടും ജീവിതം സാക്ഷിയിലൂടെ കാണാം. നമസ്കാരം. അങ്ങനെ പോയി നോക്കിയപ്പോൾ ഇവരും ആ ചേച്ചിയും തമ്മിൽ കിടക്കുന്നതാണ് കണ്ടത്. അങ്ങനെ ഞാൻ ഉടനെ കരഞ്ഞുകൊണ്ട് എല്ലാവരും വിളിച്ചു കൂട്ടി ആ അണ്ണനെ, ചേച്ചിയുടെ ഹസ്ബൻഡിനെ വിളിച്ച് എല്ലാവരും കൂടെ വരുത്തി രണ്ടുപേരും കൂടെ അവിടെ പിടിച്ച് കെട്ടി വെച്ചിട്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് ചേച്ചിനെ അണ്ണൻ വന്ന് ഒരുപാട് അടിച്ചു.
അടിച്ചിട്ട് ചോദിച്ചു അയൽവക്കക്കാരും നാട്ടുകാരും ഒക്കെ എല്ലാവരും വന്നു. അപ്പം ഈ ചേച്ചിയാണെങ്കിൽ എൻ്റെ ജീവിതം നശിപ്പിച്ച കാരണം നിന്നെ ഇനി ഞാൻ ജീവിക്കാൻ സമ്മതിക്കില്ല അവൻ്റെ കൂടെ, അവൻ എനിക്കുള്ളതാണെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. അപ്പോൾ ഈ ചേച്ചി എന്നെ വിളിച്ച കാര്യം എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടുകൊണ്ട് വന്ന് എൻ്റെ ഭർത്താവാണെങ്കിൽ 2.5 മാസമായി എന്നെ കട്ടിലിൽ നിന്ന് ചവിട്ടി തള്ളിയിട്ട് അടിച്ച് കാലിൻ്റെ ഇവിടെ ഇത്രയും മസിൽ അത്രയും ഇങ്ങനെ പൊട്ടി. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഏട്ടാ നിങ്ങൾ പോകുന്നില്ലെങ്കിൽ ശരി ഞാൻ ഒന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞു. പോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതും ഇയാൾ 2 കാലിൻ്റെ ഇടയിൽ കൂടെ കാലിട്ട് ഒരു ചവിട്ട്. ഇപ്പം ഡെലിവറി കഴിഞ്ഞ് 3 മാസമായില്ല. ഉടനെ അത് അത്രയും ഇങ്ങനെ കീറി അവിടെ കൂടെ ഇങ്ങനെ ബ്ലഡ് ഇങ്ങനെ ഒലിക്കാൻ തുടങ്ങിയായിരുന്നു. ഞാൻ പേടിച്ചിടുന്ന് വിളിച്ച് അങ്ങനെ ഡോക്ടർ വന്നു, മരുന്ന് തന്നു. എന്നിട്ട് നേരെ വീട്ടിൽ ഫോൺ നമ്പർ വാങ്ങിച്ച് വിളിച്ചു, അമ്മയെ വിളിച്ച് വരുത്തി നേരെ എന്നെ ആശുപത്രിയിലാക്കി. ആശുപത്രി കൊണ്ടുപോയിട്ട് പിന്നെ അമ്മ 3 മാസം അമ്മ നിർത്തി എന്നെ നോക്കി. ജീവിതം സാക്ഷി എന്ന ഈ ലോക് അദാലത്ത് വളരെ സുതാര്യവും പണച്ചിലവില്ലാത്തതുമാണ്. ജീവിതം സാക്ഷിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ വിലാസം: പ്രൊഡ്യൂസർ, ജീവിതം സാക്ഷി, കൈരളി TV, കൈരളി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം. പിൻ 695034. വിളിക്കാൻ 9847820096.